ഹായ് ഓൾ, എഡ്യൂസ്പെക്ട്രത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്നിവ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, ആദ്യം തന്നെ അഡിഷനാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ഫ്രാക്ഷൻ നമ്പറിൽ അംശവും ഉണ്ടാകും ഛേദവും ഉണ്ടാകും. ഒരു ഫ്രാക്ഷൻ നമ്പറിൽ അംശം ഉണ്ടാകും ഛേദവും ഉണ്ടാകും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാകും. അപ്പോൾ മേലെ എഴുതിയിരിക്കുന്നതാണ് ന്യൂമറേറ്റർ, താഴെ എഴുതിയിരിക്കുന്നതാണ് ഡിനോമിനേറ്റർ. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഡിനോമിനേറ്റർ സെയിം ആണോ എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഏത് രണ്ട് ഫ്രാക്ഷൻ നമ്പർ ആഡ് ചെയ്യാൻ പറഞ്ഞാലും ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. എത്രയാണ്? 2 ആണ്. അങ്ങനെ സെയിം ആണെങ്കിൽ ആ 2 തന്നെ എടുത്ത് എഴുതുക. എന്നിട്ട് മേലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് എഴുതുക. അപ്പോൾ 1 + 3 എത്രയാണ്? 4 ആണ്. 4 / 2 എന്ന് പറയുന്നതിന് നമുക്ക് എത്ര എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? 4ന്റെ പകുതി, അല്ലെങ്കിൽ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നതാണ് അതിന്റെ മീനിങ്. ആൻസർ എന്ന് പറയുന്നത് 2ലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ്? ഡിനോമിനേറ്റർ സെയിം ആണോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അതിലും ഡിനോമിനേറ്റർ ആദ്യം സെയിം ആണോ നോക്കുക. ഡിനോമിനേറ്റർ എത്രയാണ്? ഇവിടെ 3 ആണ്, ഇവിടെ 6 ആണ്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ശ്രമിക്കുക ആദ്യം. ഓക്കെ, ഇവിടെ 6 ആണ്, 3 ആണ്. ഓക്കെ, ഇവിടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് 3ലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം 6 എന്ന് പറയുന്നത് ഒരു 2ന്റെ മൾട്ടിപ്പിൾ ആണ്, 7 എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ക്യാൻസൽ ചെയ്ത് നമുക്ക് 3ലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ആ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് 6ലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. 3നെ 6ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2 × 1 / 2 × 3 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പ്ലസ് 7/6 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലത്തെ നമ്പേഴ്സ് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 × 1 എത്രയാണ്? 2 × 1 2 ആണ്. / 2 × 3 എത്രയാണ്? 6 പ്ലസ് 7/6 എന്ന നമ്പറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ എന്തായിട്ടുണ്ട്? സെയിം ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എടുത്ത് എഴുതുക. മേലത്തെ നമ്പേഴ്സിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് എഴുതണം. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9/6 എന്ന രീതിയിലേക്ക് എത്തും. നമുക്കിതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. 9 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്, 6 എന്ന് പറയുന്നതും 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 9ൽ എത്ര പ്രാവശ്യം 3 ഉണ്ട്? 3 പ്രാവശ്യം 3 ഉണ്ട്. 6ൽ എത്ര പ്രാവശ്യം 3 ഉണ്ട്? 2 പ്രാവശ്യം. അങ്ങനെ 3/2 എന്ന ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ 2/3 + 4/7 എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആണെന്ന് നോക്കുക. ഇവിടെ 3 ആണ്, ഇവിടെ 7 ആണ്. ഒരിക്കലും നമുക്ക് 3ലേക്കോ 7ലേക്കോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഏതാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടത് രണ്ടാമത്തെ നമ്പറിന്റെ ഡിനോമിനേറ്ററിനെ ഒന്നാമത്തെ നമ്പറിന്റെ ന്യൂമറേറ്ററുമായി ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2 × 7, നടുവിലത്തെ സൈനായ പ്ലസ് അവിടെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഒന്നാമത്തെ നമ്പറിന്റെ ഡിനോമിനേറ്ററിനെ രണ്ടാമത്തെ നമ്പറിന്റെ ന്യൂമറേറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 3 × 4 ഹോൾ / രണ്ട് നമ്പറിന്റെയും ഡിനോമിനേറ്ററുകൾ തമ്മിൽ ഇൻറ്റു ചെയ്ത് എഴുതുക. 3 × 7. 2 × 7 എത്രയാണ്? 14 ആണ്. പ്ലസ് 3 × 4 എത്രയാണ്? 12 ആണ്. / 3 × 7 എത്രയാണ്? 21 ആണ്. ഇനി മേലത്തെ നമ്പറുകൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് എഴുതണം. അപ്പോൾ ആഡ് ചെയ്ത് എഴുതുമ്പോൾ 26 / 21 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും.